والمرسلين നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷകരമായ ഒരനുഭവമാണിത്. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നിങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് ഒരുമിച്ച് കൂടി നല്ല നല്ല കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അവിസ്മരണീയമായ ഒരനുഭവമായിരിക്കും. ആനുകാലികമായ വിഷയങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചും അതിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമാണ് ഇവിടെ പറയുന്നത്, ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് ഈ ജീവിതത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്നതും എന്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ സെഷനിൽ ബഹുസ്വരതയെക്കുറിച്ചുള്ള ചർച്ചയിൽ ആണ് ഞാൻ സംസാരിക്കേണ്ടിയിരുന്നത്. ഈ സമയത്ത് അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരും ഒറ്റക്കല്ല എന്ന് നമ്മൾ അറിയണം. നമ്മൾ ജീവിക്കുന്നത് ബഹുസ്വരതയിലാണ്. വ്യത്യസ്ത സ്വരങ്ങൾക്കാണ് ബഹുസ്വരത എന്ന് പറയാം. പ്ലൂരലിസം എന്ന് പറയുന്നത് അതാണ്, വൈവിധ്യം. വിവിധ മതക്കാരും വിവിധ സമുദായക്കാരും വിവിധ ഭാഷ സംസാരിക്കുന്നവരും മറ്റെല്ലാ വിധത്തിലും വൈവിധ്യം ഉൾക്കൊള്ളുന്നവരുമായ ആളുകൾ ഇവിടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസം ആളുകളിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കലഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊലവിളികളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമായി ജീവിതം വളരെ ദുസ്സഹമായി പോകും. എൻ്റെ പാർട്ടി അല്ലാത്തവർ, എൻ്റെ മതം എൻ്റെ മതത്തിൽപ്പെടാത്തവർ, എൻ്റെ ഭാഷ അല്ലാത്തത് സംസാരിക്കുന്നവർ എന്നു പറഞ്ഞുകൊണ്ടുള്ള ധ്രുവീകരണം വലിയ നിലയിൽ നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നും എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നും ഇസ്ലാമികമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഏതൊരു വിഷയവും നാം മനസ്സിലാക്കുന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ വചനമാണത്. അതിൻ്റെ വിശദീകരണവും പ്രായോഗികതയും നാം അറിയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നിട്ടുമുണ്ട്. അത് മതി നമുക്കതിനുള്ള ഒരു മാർഗരേഖയായിട്ട്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോടാണ് സംസാരം. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിടത്തും നിങ്ങളുടെ നാഥനായ, നിങ്ങളെ സൃഷ്ടിച്ചവനായ എന്ന് മൊത്തം സമൂഹത്തോട് പറയുന്നുണ്ട്. അത് ആളുകൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ സൂക്ഷ്മശാലികളായി തീരാൻ എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കറിയാവുന്ന അവരുടെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാലും നമുക്കറിയാം, ആദ്യകാലം മുതൽ, ഇപ്പം മക്ക ജീവിതകാലത്തായാലും മദീന ജീവിതകാലത്തായാലും സാമുദായിക ധ്രുവീകരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിട്ടില്ല. മാത്രവുമല്ല, അതിനെതിരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളായിരുന്നില്ല മഹാബഹുഭൂരിപക്ഷവും. പക്ഷേ
അവരുമായുള്ള ബന്ധം, കുടുംബ ബന്ധം, അയൽപ്പക്ക ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ മുസ്ലിമായ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല നിലയിൽ പുലർത്തി പോന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അധികം സഹായം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ അബൂ താലിബായിരുന്നു. അബൂ താലിബ് നബിയുടെ പിതൃവ്യനായ അബൂ താലിബായിരുന്നു മൂത്താപ്പ. ആ മൂത്താപ്പയായ അബൂ താലിബ് മുസ്ലിം ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാതി വന്ന സന്ദർഭത്തിൽ നബിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച് അവസാനം അബൂ താലിബ് പറഞ്ഞത്, മകനെ നീ നിൻ്റെ കാര്യങ്ങളുമായി പൊയ്ക്കൊള്ളുക എന്നാണ്. എന്നിട്ടും അബൂ താലിബ് സഹായിച്ചു. ആ സഹായമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. നബി പറഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ ഒരു ഏർപ്പാടാണ്, നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ധ്രുവീകരണത്തിന് നബി ശ്രമിച്ചിട്ടില്ല. മറിച്ച് അവരിൽ ഒരാളായി ജീവിച്ചു. സ്വന്തം അഖീദയും സ്വന്തം വിശ്വാസവും സ്വന്തം ആരാധനയും സ്വന്തം സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ ഒരാളായി ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നബിയെ മക്കയിൽ നിന്ന് സുരക്ഷിതമായി മദീനയിലെത്തിക്കാൻ നബി ഏർപ്പാട് ചെയ്തിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന യുവാവ് മുസ്ലിം ആയിരുന്നില്ല. മക്കയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം അല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഇത്രയും രഹസ്യമായ ഒരു യാത്രയിൽ വഴികാട്ടിയായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ നബി തിരുമേനി വിശ്വസിച്ചേൽപ്പിച്ച ആ കാര്യം ആ ചെറുപ്പക്കാരൻ പൂർത്തീകരിക്കുകയും ചെയ്തു. അത്രമാത്രം പരസ്പരമുള്ള ഒരു ബന്ധം, മതവ്യത്യാസമുണ്ടായിട്ടും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് നബിയെ വിശ്വസിച്ചേൽപ്പിച്ച ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അന്ന് ബാങ്കും ലോക്കറും ഒന്നും ഇല്ലല്ലോ. ആരെയാണ് സ്വത്തുക്കൾ ഏൽപ്പിക്കുക? മുഹമ്മദിനെ ഏൽപ്പിക്കാം. മുഹമ്മദ് അൽ അമീനാണ്, വിശ്വസ്തനാണ്. അങ്ങനെ ആളുകളുടെ പണം, സ്വർണം, മറ്റു കാര്യങ്ങളൊക്കെ നബിയുടെ അടുത്തുണ്ടായിരുന്നത് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നേരത്ത് നബി തിരുമേനി എല്ലാം കണക്കാക്കി ബോധ്യപ്പെടുത്തി തിരിച്ച് എത്തിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയിട്ടുള്ളത്. മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന ഖുറൈശികൾ, മുശ്രിക്കുകൾ നബിയെ ഊരുവിലക്കുകയുണ്ടായി. ഷുഐബ് ബനി അബി താലിബ് മാസങ്ങളോളം അവർക്ക് ഭക്ഷണം കൊടുക്കില്ല, വെള്ളം കൊടുക്കില്ല, അവരുമായി ഇടപാടുകളില്ല, അവർക്ക് വിവാഹം നടത്തിക്കൊടുക്കില്ല. അങ്ങനെ ഒരു ഉപരോധം, പൂർണ്ണമായ ഊരുവിലക്ക്. ആ സമയത്ത് നബിയോടൊപ്പം മുസ്ലിങ്ങളല്ലാത്ത കുറേ ആളുകളും ഉണ്ടായിരുന്നു. അവരെന്തിനാ കൂടെ കൂടിയത് എന്നല്ലേ? അത് മുഹമ്മദിനോട് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, ക്രൂരതയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഒരു മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ കണ്ടിരുന്ന, വിശ്വസിച്ചിരുന്ന ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് ഈ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത് നബിയോടൊപ്പം ജീവിച്ചിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഇത് ഞങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാം എന്നാൽ. ഒരു പൊതു വിഷയമെന്ന നിലക്ക് മനുഷ്യാവകാശ ലംഘനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ കൂടെ നിന്നുകൊണ്ടാണ് നബി ആ ഉപരോധത്തിൽ ജീവിച്ചിട്ടുള്ളത് എന്നറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്രമിച്ച ചില സന്ദർഭങ്ങളിൽ നബിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാനും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നബിയോടൊപ്പം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മെ സൂചിപ്പിക്കുന്നത് ബഹുസ്വര സമൂഹത്തിലൊരുവനായി ജീവിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മദീനയിലെത്തിയ ശേഷം ആളുകളെ വിളിച്ചുകൂട്ടി. അവിടെയുള്ള യഹൂദ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളെ, അവിടെയുള്ള മുസ്ലിങ്ങളായ ആളുകളെ, മറ്റു വിശ്വാസികളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത് നമ്മൾ മദീനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഐക്യപ്പെടണം. എന്നിട്ട് പറഞ്ഞു ലിൽ മുസ്ലിമീന ദീനുഹും വലിൽ യഹൂദി ദീനുഹും. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനനുസരിച്ച് ഇവിടെ ജീവിക്കാം, യഹൂദന്മാർക്ക് അവരുടെ ദീനനുസരിച്ചും ജീവിക്കാം എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്കുലറായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നതും അത് തന്നെയാണ്.
എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കാം, അവരുടെ അവകാശങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്, അവർ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിലക്ക് കാണേണ്ടതുണ്ട് എന്ന ഇസ്ലാമിക വീക്ഷണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മത നിരപേക്ഷ രാഷ്ട്രങ്ങളുടെ ഭരണഘടനകളും പറയുന്നത്. പിന്നെ മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് നിർത്തുന്നതിനാവശ്യമായ ചില വിശ്വാസങ്ങളുണ്ട്. നമ്മൾ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പറയുന്നതല്ല, നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടുമല്ല, പിന്നെയോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാവരുടെയും പിതാവ് ഒരാളാണ്, നിങ്ങളുടെ എല്ലാവരുടെയും മാതാവും ഒരാളാണ്. ഇന്ന അബാക്കും വാഹിദ് വ ഇന്ന ഉമ്മക്കും വാഹിദ. എല്ലാവരും നോക്കിയാൽ കുല്ലുക്കും ലിആദം വ ആദം മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്നുണ്ടായവരാണ്, ആദം മണ്ണിൽ നിന്നുണ്ടായ ആളാണ്. എന്നാൽ നമ്മുടെ ഉൽപ്പത്തി, നമ്മുടെ തുടക്കം ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആ അർത്ഥത്തിൽ സഹോദരങ്ങളാണ് എന്നാണ്. അവരുടെ മുഴുവനും രക്ഷിതാവ് അല്ലെങ്കിൽ സൃഷ്ടാവ് അതൊരു സൃഷ്ടാവാണ്. അപ്പോൾ ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ഇവിടെ ജന്മം കൊണ്ട നമ്മൾ നമുക്കിടയിലുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ വെറുക്കുകയും അകറ്റുകയും ആക്രമിക്കുകയും ചെയ്താൽ അത് ദൈവദോഷമാണ് എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. പിന്നെ മൂല്യങ്ങളെ സംബന്ധിച്ച് മൂല്യങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ധർമ്മനിഷ്ഠയിൽ ആളുകൾ ജീവിക്കണം എന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ തിന്മകൾക്കെതിരെയുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകണം. മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ, ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ, മനുഷ്യർക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒക്കെ നമ്മൾ കൂട്ടായ്മ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമുണ്ടാവണം. നിങ്ങൾ ക്യാമ്പസുകളിൽ, നമ്മളെപ്പോഴും ക്യാമ്പസുകളുടെ തിന്മകളെക്കുറിച്ച് പറയും, അല്ല, ക്യാമ്പസുകളിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നല്ല മക്കളുണ്ട്, അവർക്കറിയാവുന്ന നന്മകൾ അവർ ചെയ്യുന്നുമുണ്ട്. കഴിവില്ലാത്ത കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, യൂണിഫോം ഇല്ലാത്ത കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് താമസിപ്പിക്കുന്നവരുണ്ട്. എത്രയോ നന്മകൾ നമ്മുടെ ഒക്കെ ക്യാമ്പസിലുണ്ട്. ആ നന്മകൾ നമ്മൾ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് നിങ്ങൾക്ക് എന്നെന്നും ഓർക്കാവുന്ന ഒരനുഭവമാണ്. നിങ്ങൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്ന നിലക്ക് നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ, തൊഴിലെടുത്ത് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ എത്തും എന്നത് ഉറപ്പാണ്. ഏത് തൊഴിലിനും മഹത്വമുണ്ട്, ഏത് തൊഴിലിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജനങ്ങളിലേക്കെത്തുന്ന ആളുകൾ, അവർക്ക് കൂടുതൽ സ്വാധീനവും കൂടുതൽ ആളുകളുമായി ബന്ധവും ഉണ്ടാക്കാനുള്ള അവസരങ്ങളുള്ളതുകൊണ്ട് നിങ്ങളിലെ നന്മകൾ വളരെ പെട്ടെന്ന് വ്യാപിക്കും എന്നത് ഉറപ്പാണ്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും അതിന് വേണ്ടിയാണ് MSM ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പ്രസ്ഥാനം KNM അതിനു വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയധികം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും പേരിൽ ഈ ഒരു ദൗത്യം ഏറ്റെടുത്താൽ നിങ്ങൾക്ക് കേരളത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ഇന്ന് ലോകത്ത് കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അവരവിടെ പഠിക്കുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട്, തൊഴിലെടുക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിലെങ്കിലും അവിടുത്തെ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിലുള്ള തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന നന്മ, നിങ്ങളിലുണ്ടാകുന്ന മാറ്റം, നിങ്ങളിലുണ്ടാകുന്ന പരസ്പരം ചേർത്ത് പിടിക്കൽ അത് വലിയ ഫലമുണ്ടാക്കും എന്നറിയണം. അപ്പോൾ ബഹുസ്വര സമൂഹത്തിൽ ഒരു നല്ല പൗരനായി ജീവിക്കുന്ന, മതവിശ്വാസിയായി ജീവിക്കാൻ നമ്മൾ ആളുകളെ പഠിപ്പിക്കണം. അത് ആരെയും അകറ്റാൻ കാരണമാവരുത്. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും വിശ്വാസം ഒന്നാണെന്നോ ഒരു സങ്കര മതസങ്കല്പം ഉണ്ടാക്കണമെന്നോ അല്ല. ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസവും ആരാധനയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന നിലക്കുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് ഊട്ടിയുറപ്പിച്ച് അത് വളർത്തിയെടുക്കുവാനുള്ള ശ്രമമുണ്ടാകണം. അതൊക്കെ കേൾക്കാനും പറയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടി എത്തിച്ചേർന്ന നിങ്ങളെ വീണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ട്
നിർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.